അപ്പോൾ വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദിസ് ഇറയാണ്. അതായത് നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സൈഫൈ പടമാണ്. അതിന്റെ കൂടെ ഇതിന്റെ ഡയറക്ട് ചെയ്തിരിക്കുന്ന രാഹുൽ സദാശിവനാണ്. നമുക്കറിയാം പുള്ളി ഒരു ബ്രില്യൻ്റ് ആയ ഡയറക്ടറാണ്. പുള്ളിയുടെ മുമ്പത്തെ വർക്ക്സ് എന്ന് പറയുന്ന ഭൂതകാലം പിന്നെ ബ്രഹ്മയുഗം, ഇത് രണ്ടും വളരെ ഹിറ്റായ പടമാണ്. ആൻഡ് അത് രണ്ടും എടുത്തിരിക്കുന്ന അറിയാലോ, പുള്ളിയുടെ ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു ഇച്ചിരി ഡാർക്ക് കോൺസെപ്റ്റിലേക്കാണ്. ഇച്ചിരി ഫിക്ഷൻ മാത്രമല്ല, ഇച്ചിരി ഡാർക്ക് ആണ് പുള്ളിയുടെ കോൺസെപ്റ്റ്സ്. ഭൂതകാലം പോലെ തന്നെയുള്ള ഒരു പടമാണ് ദിസിറ. രണ്ടും ഹൊറർ റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്റെ കാസ്റ്റിംഗിലേക്ക് വന്നിരിക്കുന്ന പ്രണവ് മോഹൻലാൽ, പിന്നെ ജിബിൻ ഗോപിനാഥ്, പിന്നെ ജയ കുറുപ്പ്, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാസ്റ്റിംഗ്. അത് ഇതിനകത്തൊരു ലീഡ് ആക്ട്രസ് എന്ന് പറയാൻ ഒരാളില്ല. ലീഡ് ആക്ടർ ഉണ്ട്, അത് പ്രണവ് മോഹൻലാൽ. പിന്നെ ജിബിൻ ഗോപിനാഥ് നമുക്കറിയാം ഈയിടെ കുറച്ച് പടത്തിൽ കുഞ്ഞു റോൾസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഈ പടത്തിൽ ഈ ഫിലിമില് വളരെ നല്ല റോളാണ്. പ്രണവ് മോഹൻലാലിന്റെ കൂടെ തന്നെ കട്ടക്ക് പിടിക്കുന്ന റോളുമാണ്. പുള്ളിയുടെ ആക്ടിങ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് എടുത്തു പറയണം, നല്ല ഒരു ആക്ടറാണ്. കാരണം പുള്ളിയുടെ റിയാക്ഷൻസും എക്സ്പ്രഷൻസും എല്ലാം ഒരു നാച്ചുറൽ രീതിയിലാണ്. നമുക്കൊരു വളരെ നല്ലൊരു ആക്ടിങ് ആണ്. പിന്നെ ജയകുറുപ്പ് ആയിക്കോട്ടെ, ജയകുറുപ്പ് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാലിലേക്ക് നമ്മൾ കടക്കാൻ വരുന്നുള്ളൂ. അപ്പൊ അതിന് മുമ്പ് പടത്തിന്റെ ഡയറക്ഷൻ ഒക്കെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നമ്മുടെ ഭൂതകാലം രമ്യമൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു എക്സ്പെക്ടേഷൻ തന്നെ പോയി കണ്ടാലും നല്ലത് തന്നെയാണ്. വളരെ നല്ലോണം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പുള്ളി കൂടുതൽ ഡാർക്ക് കോൺസെപ്റ്റ്സ് പിടിക്കുന്ന ആളാണ്. അത് ഈ പടത്തിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ പ്രേതവും കാര്യങ്ങളൊക്കെ ഉള്ള കോൺസെപ്റ്റ് ആണ്. അത് ഓൾറെഡി ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു എക്സ്പെക്ടേഷൻ വെച്ച് പോയി കണ്ടാലും പുള്ളി നല്ല രീതിയിൽ അത് ഡെലിവർ ചെയ്യുന്ന ഒരു ഡയറക്ടർ തന്നെയാട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ദിസറയാണെങ്കിലും എല്ലാവരും ട്രെയിലറിൽ തന്നെ വളരെ ഹൈ എക്സ്പെക്ടേഷനോട് തന്നെയാണ് ഈ പടം പോയി കണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും ആരാണെങ്കിലും ഈ പടം പോയി കാണുന്ന ഒരു എക്സ്പെക്ടേഷൻ തന്നെയാണ്. അതായത് ഒരു ഫിക്ഷൻ പടങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ പോയി കൊടുത്തിട്ട് പോയി കണ്ടിട്ടും നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. കാരണം നമുക്ക് കുറ്റം എന്നല്ല, നമുക്ക് അതിനകത്ത് ബാഡ് ആയിട്ട് തോന്നുന്ന ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്റർടൈനിങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ ഒരു മൈൻഡിൽ പോയിരുന്ന് കാണണം. കാരണം ഇതൊരു ഫിക്ഷൻ പടമാണ്. അപ്പൊ ആ ഒരു മൈൻഡിൽ തന്നെ ഇരുന്ന് കാണണം. അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ല പടമാണ്. പിന്നെ ഇതിന്റെ കൊറിയോഗ്രഫി ആയിക്കോട്ടെ, പിന്നെ ഇതിന്റെ ബിജിഎംസും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ആ സിറ്റുവേഷൻ ആയിട്ട് വളരെ നല്ല മാച്ചിങ് ആണ്. അതായത് നമുക്കൊരു ആ കറക്റ്റ് ഓപ്റ്റ് ആണ്. നമുക്ക് ആ ഫ്ലോയിലൂടെ തന്നെ പോവാം. ബിജിഎം ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ. പിന്നെ അതിന്റെ കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയാണ്, ഡയറക്ഷൻ അടിപൊളിയാണ്. പിന്നെ ഇതിന് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിയുടെ നേരത്തെ ഫിലിംസിലാണെങ്കിലും കാണാം, പുള്ളി ഫിക്ഷൻ വരുന്ന സമയത്ത് പുള്ളി ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു രൂപോ ഒന്നും, ഭൂതകാലത്തിലാണെങ്കിലും പുള്ളി എക്സ്ട്രാ ആയിട്ട് രൂപോ ഒന്നും പുള്ളി കാണിക്കാറില്ല. ജസ്റ്റ് എൻവയൺമെന്റൽ എലമെന്റ്സ് വെച്ചാണ് പുള്ളി കൂടുതലും ആ ഒരു ഫിക്ഷൻ ഒരു പ്രോബ്ലം അല്ലെ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഈ പടത്തിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പുള്ളി ഒരു ആളോ രൂപോ, ഒരു പ്രേതത്തിന്റെ ഒരു ആളോ രൂപോ ഒന്നും കാണിക്കാണ്ട് നമ്മളെ ഒന്ന് ഞെട്ടിക്കുക അല്ലെ പേടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. അതിന് മൈൻഡിൽ ആ ഒരു തോട്ട് വേണം, അതിനൊരു ഐഡിയ വേണം അത് ചെയ്യാൻ. അത് പുള്ളിക്ക് നല്ല രീതിയിലുണ്ട്. പുള്ളി ഇപ്പം ഈ സിനിമയിലാണെങ്കിലും ഓരോ സീൻസിലും പുള്ളി ഇടുന്ന രീതിയിലൊരു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പുള്ളി ഇടുന്ന ഒരു സീൻ എല്ലാം വർക്ക്ഔട്ട് ആവും നമുക്ക്. അത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഇത് ഈ പ്രേതപടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫിക്ഷൻ പടങ്ങളിൽ മലയാള സിനിമയിൽ ഞാൻ കാണുന്നത് ഒരു ബ്രേക്ക് ത്രൂ വരുന്നത്. പണ്ടത്തെ ഒരു പ്രേതപടങ്ങൾ അറിയാലോ, അവരുടെ ഒരു അവസ്ഥ, ഒരു കോസ്റ്റ്യൂം ആയിക്കോട്ടെ, പിന്നെ അവരുടെ ബീജിയം ആയിക്കോട്ടെ, എല്ലാം ഒരു അത്ര എനിക്കൊരു പേടി തോന്നാറില്ല പണ്ടത്തെ പ്രേതപടങ്ങൾ കാണുമ്പോൾ. പക്ഷെ ചെറുതായിട്ട് അതൊന്ന് മാറിയത്, ഒരു നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവന്നൊരു പ്രേതപടം എന്നെ സംബന്ധിച്ച് എസ്രയാണ്, പൃഥ്വിരാജിന്റെ എസ്രയാണ്. അതായിരുന്നു ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ എന്നെ സംബന്ധിച്ചൊരു പ്രേത പടം. അപ്പോ അത് കഴിഞ്ഞ് പക്ഷെ എസ്ര ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. എസ്ര കഴിഞ്ഞ പിന്നെയാണ് നമ്മുടെ ഈ രാഹുൽ സദാശിവന്റെ പടങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. കാരണം അതൊരു ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് തന്നെ പറയണം. എസ്രയെ സത്യം പറഞ്ഞത് എസ്ര വളരെ സൂപ്പർ പടമാണ്, ബ്രേക്ക് ത്രൂ ആണ്. പക്ഷെ ഇപ്പൊ രാഹുൽ സദാശിവന്റെ ഒക്കെ പടം എന്ന് പറയുന്നത്, ഈ പടം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഹോളിവുഡ് റേഞ്ച് ആയിപ്പോ പറയാണ്ടിരിക്കാൻ ഒരു ഹോളിവുഡിൽ ഒരു ഹൊറർ പടം എങ്ങനെ പിടിക്കും, അതൊരു കോൺജറിങ് ഒക്കെ പോലെ തന്നെ അത്രയും ഒരു ക്വാളിറ്റി ലെവലിൽ തന്നെയാണ് ഈ പടമൊക്കെ പിടിച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ബാക്കി സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തിരിക്കുന്ന പടം ഈ പടം തന്നെയാണ്, ഒരു സംശയവുമില്ല. എനിക്ക് ഇതിന് മുമ്പത്തെ പ്രണവ് മോഹൻലാൽ പടങ്ങൾ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നങ്ങൾ തോന്നാറുണ്ട്. പക്ഷെ ഈ പടം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഫേർട്ട് ഇട്ടെന്ന് തന്നെ പറയണം. അത് നമുക്കത് എടുത്തു പറയണം. കാരണം എന്താ വെച്ചാൽ വേറൊരു പടത്തിലും കാണാത്തൊരു എഫേർട്ട് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. നല്ല രീതിയിൽ പുള്ളി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, വളരെ നല്ലോണം തന്നെ ബ്രില്യന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു, ജിബിൻ ഗോപിനാഥ് വളരെ നന്നായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പടത്തിനെ കുറിച്ച് പറയാൻ. അപ്പൊ ഈ പടം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിക്കുക. കാരണം ഈ ഒരു റേഞ്ചിലുള്ള ഒരു ഫിക്ഷൻ പടം ഒക്കെ ഇടയ്ക്കൊക്കെ വരുള്ളൂ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ദേശീയരെ കുറിച്ച് പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.